നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽവീതി പ്രസിദ്ധീകരിച്ച LGS ഫൈനൽ ടച്ച് എന്ന ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്: രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് പാത്തോളജി അല്ലേ? രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പാത്തോളജിയാണ്. ഇനി ഈ രോഗപ്രതിരോധത്തെക്കുറിച്ചുള്ള പഠനമാണെങ്കിലോ ഇമ്മ്യൂണോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജിയും രോഗപ്രതിരോധത്തെക്കുറിച്ചുള്ള പഠനം ഇമ്മ്യൂണോളജിയുമാണ്. ഓക്കെ, എങ്കിൽ നമ്മുടെ ലൂയി പാസ്റ്ററിലടാ ഈ ലൂയി പാസ്റ്റർ കണ്ടുപിടിച്ച വാക്സിനുകൾ ഏതൊക്കെ രോഗത്തിനുള്ളതാണ്? അത് ആന്ത്രാക്സ്, കോളറ, റാബീസ് എന്നിവയ്ക്കുള്ള വാക്സിനുകൾ കണ്ടെത്തിയതാരെന്നറിയോ? ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. ലൂയി പാസ്റ്റർ ഏതിനുള്ളതാണ്? ആന്ത്രാക്സ്, അതുപോലെ തന്നെ കോളറ, അതുപോലെ തന്നെ റാബീസ്. എങ്കിൽ നെക്സ്റ്റ് ആണ്, കുഞ്ഞ് ജനിച്ചയുടനെ നൽകുന്ന വാക്സിൻ ഏതാണ്? അത് BCG വാക്സിൻ. എന്നാണ് ഒരു കുഞ്ഞ് ജനിച്ചയുടനെ നൽകുന്ന വാക്സിൻ ഏതാണ് കൂട്ടുകാരെ? അത് BCG വാക്സിൻ ആണ്. ഏതാണ്? BCG വാക്സിൻ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രോഗവർഗീകരണത്തെക്കുറിച്ചുള്ള പഠനമാണ് നോസോളജി. രോഗവർഗീകരണത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? നോസോളജി. രോഗകാരണത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? എറ്റിയോളജി. രോഗകാരണത്തെക്കുറിച്ചുള്ള പഠനം എറ്റിയോളജി. രോഗവർഗീകരണത്തെക്കുറിച്ചുള്ള പഠനം നോസോളജി. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പറയുന്ന പേര് എപ്പിഡമിക് ഡിസീസസ് അല്ലേ? എപ്പിഡമിക് രോഗങ്ങൾ എന്ന് പറയുന്നു. ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പറയുന്ന പേരെന്താണ്? എപ്പിഡമിക് രോഗങ്ങൾ എന്ന് പറയുന്നു. നെക്സ്റ്റ്, വൻകരകളിൽ നിന്നും വൻകരകളിലേക്കോ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേര് പാൻഡമിക് രോഗങ്ങൾ എന്നാണ്. ഒരു വൻകരയിൽ നിന്ന് മറ്റൊരു വൻകരയിലേക്കോ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്കോ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പറയുന്ന പേര് പാൻഡമിക് രോഗങ്ങൾ എന്നാണ്. നമ്മുടെ കൊറോണ ഒരു പാൻഡമിക് രോഗമായിരുന്നു അല്ലേ? ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പറയുന്ന പേര് എപ്പിഡമിക് ഡിസീസസ് എന്നതിൽ എപ്പിഡമിക് രോഗങ്ങൾ എന്ന് പറയുന്നു. എങ്കിൽ വൻകര, ഇത് PSC ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. വൻകരകളിൽ നിന്നും വൻകരകളിലേക്കോ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേര് പാൻഡമിക് രോഗങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ പാൻഡമിക് ഡിസീസസ് എന്നാണ്. നെക്സ്റ്റ്, സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നത് എൻഡമിക് രോഗങ്ങൾ എന്നാണ്. ഒരിക്കലും എൻഡ് ചെയ്യാത്ത രോഗങ്ങൾ എന്ന് ഓർത്തു വെക്കുക. എൻഡമിക് രോഗങ്ങൾ സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എൻഡമിക് രോഗങ്ങൾ. എങ്കിൽ ആശുപത്രികളിൽ നിന്നും പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് നോസോകോമിയൽ രോഗങ്ങൾ എന്നാണ്. നോസോകോമിയൽ രോഗങ്ങൾ എന്താണ്? നോസോകോമിയൽ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആശുപത്രികളിൽ നിന്നും പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് നോസോകോമിയൽ രോഗങ്ങൾ എന്നാണ് കൂട്ടുകാരെ? നോസോകോമിയൽ രോഗങ്ങൾ. നെക്സ്റ്റ്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് സൂനോട്ടിക് ഡിസീസസ് എന്നാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് സൂനോട്ടിക് ഡിസീസസ് അല്ലെങ്കിൽ സൂനോട്ടിക് എന്നാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് സൂനോട്ടിക്. നെക്സ്റ്റ്, മൃഗങ്ങൾക്കിടയിലുള്ള പകർച്ചവ്യാധികൾ അറിയപ്പെടുന്നത് എപ്പിസ്യൂട്ടിക് എന്നാണ്. മൃഗങ്ങൾക്കിടയിലുള്ള പകർച്ചവ്യാധികൾ അറിയപ്പെടുന്നത് എപ്പിസ്യൂട്ടിക് എന്നാണ്. ഓക്കെ അല്ലേടാ? അപ്പം ഒന്നും കൂടി ഞാൻ ഈ കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജിയാണ്. എങ്കിൽ രോഗപ്രതിരോധത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഇമ്മ്യൂണോളജി. ലൂയി പാസ്റ്റർ കണ്ടുപിടിച്ച വാക്സിനുകൾ ഏതൊക്കെ രോഗത്തിനെതിരെയാണ്? അത് ആന്ത്രാക്സ്, കോളറ, റാബീസ്. കുഞ്ഞ് ജനിച്ചയുടനെ നൽകുന്ന വാക്സിൻ ഏതാണ്? അത് BCG വാക്സിൻ. രോഗവർഗീകരണത്തെക്കുറിച്ചുള്ള പഠനം നോസോളജി. രോഗകാരണത്തെക്കുറിച്ചുള്ള പഠനം
എറ്റിയോളജി ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേര് എപ്പിഡമിക് രോഗങ്ങളെന്നും വൻകരകളിൽ നിന്നും വൻകരകളിലേക്കോ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്കോ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേര് പാൻഡമിക് രോഗങ്ങൾ എന്നും സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നത് എൻഡമിക് രോഗങ്ങൾ എന്നാണ്. നെക്സ്റ്റ്, ആശുപത്രികളിൽ നിന്നും പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് നോസോകോമിയൽ രോഗങ്ങൾ എന്നാണ്. നെക്സ്റ്റ്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് സൂനോട്ടിക് ഡിസീസസ് എന്നാണ്. മൃഗങ്ങൾക്കിടയിലുള്ള പകർച്ചവ്യാധികൾ അറിയപ്പെടുന്നത് എന്താണ്? എപ്പിസ്യൂട്ടിക് ഡിസീസസ് എന്നാണ്. നെക്സ്റ്റ്, എലിപ്പനി, ടെറ്റനസ്, വില്ലൻ ചുമ എന്നീ രോഗങ്ങൾക്ക് കാരണമാകുന്നത് ബാക്ടീരിയ രോഗങ്ങളാണ്. ഏത്? എലിപ്പനി, ടെറ്റനസ്, വില്ലൻ ചുമ. ഇതൊക്കെയാണ് ഈ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. എലിപ്പനി, വില്ലൻ ചുമ, ടെറ്റനസ് എന്നിവ ബാക്ടീരിയ ഡിസീസസ് ആണ്. ഇനി ഈ എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണെന്ന് അറിയോ? അത് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ്. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? അത് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. എങ്കിൽ നമ്മുടെ ക്ഷയരോഗത്തിന് കാരണമാകുന്ന രോഗാണുവാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. PSC എത്രയോ തവണ ആവർത്തിച്ച ചോദ്യമാണ്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന രോഗാണുവാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. എങ്കിൽ BCGയുടെ പൂർണ്ണരൂപം ബാസിലസ് കാൽമെറ്റ് ഗ്വാറിൻ എന്നാണ്. നമ്മൾ എന്താണ് BCG വാക്സിൻ പഠിച്ചത്? യെസ്, നമ്മളൊരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ നൽകുന്ന വാക്സിനാണ് BCG വാക്സിൻ അല്ലേ? BCG വാക്സിൻ. ആ BCGയുടെ ഫുൾ ഫോം എന്താണ്? ബാസിലസ് കാൽമെറ്റ് ഗ്വാറിൻ. ബാസിലസ് കാൽമെറ്റ് ഗ്വാറിൻ എന്നാണ് BCGയുടെ പൂർണ്ണരൂപം. എങ്കിൽ നമ്മുടെ ഡോട്ട്സ് ഇത് എന്തിൻ്റെ ചികിത്സാ രീതിയാണെന്ന്? ക്ഷയരോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ് ഡോട്ട്സ് അല്ലേ? എന്താണ് ഡോട്ട്സിൻ്റെ പൂർണ്ണരൂപം? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ്. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സാണ് ഡോട്ട്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം. ക്ഷയരോഗത്തിനുള്ള ചികിത്സാ രീതിയാണ് ഡോട്ട്സ് രോഗം. എങ്കിൽ ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 24. ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നതാണ് മാർച്ച് 24. ഈ ക്ഷയരോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ് ഏതിടാ? ഡോട്ട്സ് അല്ലേ? എങ്കിൽ ക്ഷയരോഗം തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? യെസ്, ക്ഷയരോഗം തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയോ? ഏതൊക്കെയാണ് അത്? യെസ്, എന്താണ്? മാൻഡോ ടെസ്റ്റ്, ടൈം ടെസ്റ്റ്, TST. മാൻഡോ ടെസ്റ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ടൈം ടെസ്റ്റ്, TST. ചിലപ്പം PSC ചോദിക്കാം മാൻഡോസ് ടെസ്റ്റും ടൈം ടെസ്റ്റ്, TST എന്നിവ ഏത് രോഗം തിരിച്ചറിയുവാനുള്ള ടെസ്റ്റുകളാണ്? ഏത് രോഗമാണ്? യെസ്, നമ്മുടെ ക്ഷയരോഗം അല്ലേ? ക്ഷയരോഗമാണ്. നെക്സ്റ്റ്, നമ്മുടെ കുഷ്ഠരോഗത്തിനുള്ള കാരണം എന്താണ്? അത് മൈക്കോബാക്ടീരിയം ലെപ്രേ. കുഷ്ഠരോഗം. ഈ കുഷ്ഠരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം ലെപ്രേ. എങ്കിൽ കുഷ്ഠരോഗ നിവാരണ ദിനമായി ആചരിക്കുന്നത് ജനുവരി 30-നാണ്. ജനുവരി 30 കുഷ്ഠരോഗ നിവാരണ ദിനമായി ആചരിക്കുന്നത് ജനുവരി 30. കുഷ്ഠരോഗത്തിന് കാരണമാകുന്നത് മൈക്കോബാക്ടീരിയം ലെപ്രേ. കുഷ്ഠരോഗ നിവാരണ ദിനമായി ആചരിക്കുന്നത് ജനുവരി 30. ഇനി കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? അത് 1955. കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ച വർഷം 1955. ഇനി ഈ പ്ലേഗ് പരത്തുന്ന രോഗാണു ഏതാണ്? അത് യെർസീനിയ പെസ്റ്റിസ് ആണല്ലേ? പ്ലേഗ് പരത്തുന്ന രോഗാണു ഏതാണ്? യെർസീനിയ പെസ്റ്റിസ്. ഇനി നമ്മൾ ഡിഫ്തീരിയ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? അത് ഷീക്ക് ടെസ്റ്റ്. എന്തിനാണ്? ഏത് രോഗം തിരിച്ചറിയാനാണ്? ഡിഫ്തീരിയ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഷീക്ക് ടെസ്റ്റ്.
കോളറ രോഗത്തിന് കാരണമാകുന്ന രോഗാണുവാണ് വിബ്രിയോ കോളറ. കോളറ രോഗത്തിന് കാരണമാകുന്ന രോഗാണുവാണ് വിബ്രിയോ കോളറ. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ കോളറ പഠിച്ചത്? നമ്മുടെ ലൂയി പാസ്റ്റർ എന്താണ് കോളറയ്ക്കെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചവരാണ്. അത് ലൂയി പാസ്റ്റർ ആണല്ലേ. ഇനി ഈ കോളറ ബാധിച്ചവർക്ക് നൽകുന്ന ലായനിയാണ് ORS ലൈൻ അല്ലേ. ഓറൽ എന്താണ് റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ORSന്റെ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നറിയപ്പെടുന്ന ORS ലായനിയാണ് കോളറ രോഗം ബാധിച്ചവർക്ക് നൽകുന്ന ലായനി അല്ലേ. ഈ ORS ലായനിയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈസോഡിയം സിട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്നിവയാണ്. ORS ലായനിയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം. ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രൈസോഡിയം സിട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്നിവയാണ്. ഈ ടെറ്റനസ് രോഗത്തിന് കാരണമാകുന്നത് ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. ടെറ്റനസ് രോഗത്തിന് കാരണമാകുന്നത് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഇനി നമ്മുടെ വൈഡൽ ടെസ്റ്റിലിടാം. ഈ വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈഫോയിഡ് അല്ലേ. എങ്കിൽ നമ്മുടെ ട്രക്കോമ രോഗം ബാധിക്കുന്നത് ഏതിനെയാണ്? കണ്ണിനെയാണ് അല്ലേ. കണ്ണിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് ട്രക്കോമ. കണ്ണിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് ട്രക്കോമ. എങ്കിൽ നമ്മുടെ മെനിഞ്ചൈറ്റിസ് ഏത് ഭാഗത്തെ? നമ്മുടെ ശരീരത്തിൻ്റെ തലച്ചോറിനെയാണ് അല്ലേ. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് മെനിഞ്ചൈറ്റിസ്. എന്താണ് കൂട്ടുകാരെ? മെനിഞ്ചൈറ്റിസ് തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ്. കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ. ട്രക്കോമയും എന്താണ് ഒരു ബാക്ടീരിയ രോഗമാണ്. മെനിഞ്ചൈറ്റിസും ഒരു ബാക്ടീരിയ രോഗമാണ്. കണ്ണിനെ ബാധിക്കുന്ന ബാക്ടീരിയ രോഗം ഏതാണ്? അത് ട്രക്കോമ. തലച്ചോറിനെ ബാധിക്കുന്ന ബാക്ടീരിയ രോഗം മെനിഞ്ചൈറ്റിസ് ആണ് അല്ലേ. ഇനി ബ്രൂസെല്ലോസിസ് അഥവാ മാൾട്ട പരത്തുന്ന രോഗാണുവാണ് ബാക്ടീരിയ. ബ്രൂസെല്ലോസ് അഥവാ മാൾട്ടാപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ബാക്ടീരിയ ആണല്ലേ. ബാക്ടീരിയ. നെക്സ്റ്റ് വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? വൈറസ് രോഗങ്ങൾ എയ്ഡ്സ്, ചിക്കൻ ഗുനിയ, മീസിൽസ്, റാബീസ് എന്നിവ. അപ്പം റാബീസ് എന്ന് നമ്മൾ പഠിച്ചത് റാബീസ് എന്താണ്? റാബീസ് വാക്സിൻ കണ്ടുപിടിച്ചതാരാണ്? ലൂയി പാസ്റ്റർ ആണ് അല്ലേ. അപ്പം എയ്ഡ്സ്, ചിക്കൻ ഗുനിയ, മീസിൽസ്, റാബീസ് തുടങ്ങിയ രോഗാണുക്കൾക്ക് കാരണം എന്താണ്? വൈറസ് ആണല്ലേ. എയ്ഡ്സിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? അത് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എയ്ഡ്സിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? HIV എന്നറിയപ്പെടുന്നു. HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലേ. ഈ HIV വൈറസ് ആദ്യമായി കണ്ടെത്തിയത് ആരെല്ലാമാണ്? അത് ലൂക്ക് മൊണ്ടേനറും റോബർട്ട് ഗാലോ എന്നിവർ ചേർന്നാണ്. HIV വൈറസിലടാ എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന രോഗാണുവായ HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നറിയപ്പെടുന്ന HIV വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടേനറും റോബർട്ട് ഗാലോയും ചേർന്നാണ്. ആരൊക്കെയാണ്? ലൂക്ക് മൊണ്ടേനറും റോബർട്ട് ഗാലോ എന്നിവ. ഈ HIV വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ലിംഫോസൈറ്റിനെയാണ് അല്ലേ. HIV വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ലിംഫോസൈറ്റിനെ ആക്രമിക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ഇല്ലാതെയാകുന്നു. അങ്ങനെയാണ് HIV ബാധയേറ്റ ഒരു മനുഷ്യൻ മരണമടയുന്നത്. ഇനി എയ്ഡ്സ് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എയ്ഡ്സ് സ്ഥിരീകരണ ടെസ്റ്റ് ഏതാണ്? അത് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ്. ലോകത്താദ്യമായി എയ്ഡ്സ് സ്ഥിരീകരിച്ച എവിടെയാണ്? അത് 1981 ഡിസംബർ 1 അമേരിക്കയിലാണ്. ലോകത്താദ്യമായി എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ചത് എവിടെയാണ്? അമേരിക്കയിലാണ്. 1981 ഡിസംബർ 1 സ്ഥിരീകരിച്ചത്. നെക്സ്റ്റ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണല്ലേ. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസ് ആണെങ്കിൽ ഇമ്മ്യൂണോളജിയുടെ പിതാവ് എഡ്വേർഡ് ജെന്നറും വാക്സിനേഷൻ്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ. അപ്പം ഇമ്മ്യൂണോളജിയുടെ പിതാവ് അതുപോലെ വാക്സിനേഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നർ ആണല്ലേ. ഇനി കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ച ആരാണ്? അത് റുഡോൾഫ് വിർഷോ. കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ച
ആവിഷ്കരിച്ചതാരാണ് കൂട്ടുകാരെ? അത് റുഡോൾഫ് വിർഷോ ആണ് അല്ലേ. നെക്സ്റ്റ്, സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരിക്കെതിരെ ആദ്യം വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ ആണ്. അതാണ് വസൂരി രോഗത്തിനെതിരെ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ ആണ് അല്ലേ. ഇനി പോളിയോ കുത്തിവയ്പ്പ് കണ്ടെത്തിയതാരാണ്? അത് ജോനാസ് സാൽക്ക്. പോളിയോ കുത്തിവയ്പ്പ് കണ്ടെത്തിയത് ജോനാസ് സാൽക്കും പോളിയോ തുള്ളുമരുന്ന് കണ്ടെത്തിയത് ആൽബർട്ട് സാബിനാണ്. പോളിയോ കുത്തിവയ്പ്പ് കണ്ടെത്തിയത് ആരാണ്? അത് ജോനാസ് സാൽക്കും പോളിയോ തുള്ളുമരുന്ന് കണ്ടെത്തിയത് ആൽബർട്ട് സാബിനുമാണ്. ഇനി ക്ഷയരോഗത്തിനെതിരെയുള്ള BCG വാക്സിൻ വികസിപ്പിച്ചത് ആരെല്ലാമാണ്? അത് കാൽമെറ്റ, ഗ്വാറിൻ എന്നിവർ ചേർന്നാണ്. ആരൊക്കെ ചേർന്നാണ്? യെസ്, കാൽമെറ്റ, ഗ്വാറിൻ എന്നിവർ ചേർന്നാണ് ഏതിടാ ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയത്. യെസ്. നെക്സ്റ്റ് എന്താണ്? മീസിൽസ് വാക്സിൻ കണ്ടെത്തിയതാരാണ്? മീസിൽസ് ഒരു വൈറസ് രോഗമാണ് മീസിൽസ് എന്ന് പറഞ്ഞല്ലേ. എന്നാണ് ജോൺ ആൻഡേഴ്സൺ ആണ്. ഇനി MMR വാക്സിൻ കണ്ടെത്തിയതാരാണ്? മംസ്, മീസിൽസ്, റുബല്ല എന്നീ വാക്സിൻ കണ്ടെത്തിയത് മൗറീസ് ഹിൽമാൻ. ആരാണ്? മൗറീസ് ഹിൽമാൻ. MMR വാക്സിൻ കണ്ടെത്തിയത് മൗറീസ് ഹിൽമാൻ. ഇനി നമ്മുടെ റാബീസ് വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണല്ലേ. എന്താണ്? റാബീസ് വാക്സിൻ കണ്ടെത്തിയത് ലൂയിസ് പാസ്റ്ററും വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നറുമാണ്. വസൂരി വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? എഡ്വേർഡ് ജെന്നർ. അപ്പം MMR വാക്സിൻ കണ്ടെത്തിയത് മൗറീസ് ഹിൽമാനും റാബീസ് വാക്സിൻ കണ്ടെത്തിയത് ലൂയി പാസ്റ്ററും വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നറുമാണല്ലേ. ഇനി ഇന്ത്യയിൽ ലോകത്താദ്യമായി എയ്ഡ്സ് സ്ഥിരീകരിച്ചത് അമേരിക്കയിലാണ്. 1981 ഡിസംബർ 1 പറഞ്ഞല്ലേ. എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് സ്ഥിരീകരിച്ച എവിടെയാണ്? അത് ചെന്നൈയിലാണ്. 1986 ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് സ്ഥിരീകരിച്ചത് അല്ലേ. എങ്കിൽ കേരളത്തിൽ എവിടെയാണ് ആദ്യമായിട്ട് എയ്ഡ്സ് സ്ഥിരീകരിച്ചത്? പത്തനംതിട്ട 1987. അപ്പം 1986 ചെന്നൈയിൽ എന്താണ് എയ്ഡ്സ് സ്ഥിരീകരിച്ചു. തൊട്ടടുത്ത വർഷം തന്നെ 1987 കേരളത്തിൽ ആദ്യമായിട്ട് പത്തനംതിട്ടയിലും എന്താണ് എയ്ഡ്സ് സ്ഥിരീകരിച്ചു. ഇനി വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ് എബോള. എന്നാണ് എബോള. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ് എബോള. ഈ ചിക്കൻ ഗുനിയ രോഗവാഹകർ ഏതാണ്? അത് ഈഡീസ് ഈജിപ്തി, ഈഡീസ് ആൽബോപ്റ്റിക്കിൻ എന്നിവയാണ്. ഏതൊക്കെയാണ്? ഈഡീസ് ഈജിപ്തി, അതുപോലെ തന്നെ ഈഡീസ് ആൽബോപ്റ്റിക്സ് എന്നീ കൊതുകുകളാണ് ചിക്കൻ ഗുനിയ രോഗം പരത്തുന്നത്. എങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ആലപ്പുഴയിലാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? ആലപ്പുഴയാണെങ്കിൽ ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണുവാണ് വാരിസെല്ല സോസ്റ്റർ വൈറസ്. ചിക്കൻ പോക്സ് വാരിസെല്ല സോസ്റ്റർ വൈറസ് എന്നാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? അത് വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് അല്ലേ. ഇനി ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം കരളാണെങ്കിൽ ഈ ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് വകഭേദങ്ങൾ ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും. ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് വകഭേദങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ്. ഹെപ്പറ്റൈറ്റിസ് ഇയുമാണ്. എങ്കിൽ ലൈംഗിക ബന്ധം, രക്തദാനം, സിറിഞ്ച് എന്നിവയിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് വകഭേദങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും. ഹെപ്പറ്റൈറ്റിസ് B, C എന്നിവ. ജലത്തിലൂടെ പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് AE എന്ന് ഓർക്കുക. ലൈംഗിക ബന്ധം, അതുപോലെ തന്നെ രക്തദാനം, സിറിഞ്ച് എന്നിവയിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് വകഭേദങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും. ഓക്കെ അല്ലേ? അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് സ്ഥിരീകരിച്ചത് എവിടെയാണ്? 1986 ചെന്നൈയിൽ. എങ്കിൽ ലോകത്താദ്യമായിട്ടാണെങ്കിൽ അമേരിക്കയിലാണല്ലേ. 1981 ഡിസംബർ 1 അമേരിക്കയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് സ്ഥിരീകരിച്ചത്. എങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് സ്ഥിരീകരിച്ചത് എവിടെയാണ്? അത്
1987 പത്തനംതിട്ട ജില്ലയിലും വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗം എബോളയാണ്. ചിക്കൻ ഗുനിയ രോഗവാഹകർ ഈഡീസ് ഈജിപ്തി, അതുപോലെ ഈഡീസ് ആൽബോപ്സിക്സ് എന്നീ കൊതുകുകളാണ്. കേരളത്തിൽ ആദ്യം ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്ത ജില്ല, കേരളത്തിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ആലപ്പുഴ. ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണുവാണ് വാരിസെല്ല സോസ്റ്റർ വൈറസ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന മനുഷ്യ ശരീരാവയവം കരളാണ്. ഹെപ്പറ്റൈറ്റിസ് ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് വകഭേദങ്ങൾ A-E അല്ലേ, ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയുമാണെങ്കിൽ നമ്മുടെ ലൈംഗിക ബന്ധം, അതുപോലെ തന്നെ രക്തദാനം, സിറിഞ്ചി എന്നിവയിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് വകഭേദങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയുമാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ കൂട്ടുകാരെ? ഇനി നമ്മുടെ പോളിയോ രോഗം ബാധിക്കുന്ന എന്തിനെയാണ്? നാഡീവ്യവസ്ഥയാണല്ലേ. പോളിയോ രോഗം ബാധിക്കുന്ന എവിടെയാണ്? നാഡീവ്യവസ്ഥയാണെങ്കിൽ ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചത് 2014 ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വർഷം 2014 പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1955 അല്ലേ. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1955 എങ്കിൽ ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചത് 2014. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട. അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ച പത്തനംതിട്ടയിലാണ് ആദ്യ പോളിയോ വിമുക്ത ജില്ല. അപ്പം എയ്ഡ്സ് വന്നേരം പോളിയോ ഇല്ലാണ്ടായി എന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഓർത്തു വെക്കുക. ഈ റാബീസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹൈഡ്രോഫോബിയ. ഹൈഡ്രോഫോബിയ അല്ലേ. ഈ വസൂരിക്ക് കാരണമാകുന്ന വൈറസ് ഏതാണ്? അത് വേരിയോള വൈറസ്. വസൂരിക്ക് കാരണമാകുന്ന വൈറസ് ആണ് വസൂരി, വേരിയോള വൈറസ്. റാബീസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഹൈഡ്രോഫോബിയ. ഇന്ത്യയിലെ അടുത്ത പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. വസൂരിക്ക് കാരണമാകുന്ന വൈറസ് വേരിയോള വൈറസ്. ഈ ഭൂമുഖത്ത് നിന്നും വസൂരി തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചതെന്നാണ് കൂട്ടുകാരെ? 1980 മെയ് 8 1980 മെയ് 8 ഭൂമുഖത്തു നിന്നും വസൂരി തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ഇനി നമ്മുടെ സാർസ് രോഗത്തിന് കാരണമാകുന്ന വൈറസാണ് കൊറോണ വൈറസ്. എന്നാണ് കൊറോണ വൈറസ്. സാർസ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? കൊറോണ വൈറസ് ആണല്ലേ. കൊറോണ വൈറസ്. സാർസ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? കൊറോണ വൈറസ്. ഈ നമ്മുടെ ഈ സാർസ് രോഗമില്ലടാ, ഈ സാർസ് രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? നമ്മുടെ ശ്വാസകോശം. ഏതാണ്? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണല്ലേ. അപ്പം ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ് ഏത്? സാർസ് രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണെങ്കിൽ നമ്മുടെ പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ഏതാണ്? H5N1 വൈറസ്. പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ഏതാണ്? H5N1 വൈറസ് ആണല്ലേ. എങ്കിൽ പന്നിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ഏതാണ് കൂട്ടുകാരെ? അത് H1N1 വൈറസ്. പന്നിപ്പനിക്ക് കാരണമാകുന്ന വൈറസത്തിന് ഏതാണ്? H1N1 വൈറസ്. ഈ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസാണ് ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ ആർബോ വൈറസ്. ഡെങ്കിപ്പനി. ഈ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസാണ് ഫ്ലാവി വൈറസ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ആർബോ വൈറസ്. ഡെങ്കിപ്പനി തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഡെങ്കിപ്പനി തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ് അല്ലേ. എങ്കിൽ PSC ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഏത് രോഗത്തെ തിരിച്ചറിയാനാണ്? ഡെങ്കിപ്പനി. ഈ ഡെങ്കിപ്പനി രോഗവാഹകർ ഏതാണ്? ഈഡീസ് ഈജിപ്തി കൊതുകുകളാണ്. അപ്പം ഡെങ്കിപ്പനി തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഡെങ്കിപ്പനി പരത്തുന്ന രോഗവാഹകർ ഏതൊക്കെ ആരാണ്? ഈഡീസ് ഈജിപ്തി കൊതുകുകളാണ്. നിപ്പ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്?
വൈറസ് രോഗമാണല്ലേ നിപ്പ രോഗത്തിന് കാരണമാകുന്ന രോഗമാണ് ഏതാണ്? വൈറസാണ്. നിപ്പ രോഗവാഹകർ ഏതാണ്? വവ്വാലാണല്ലേ, വവ്വാലാണ് ഈ നിപ്പ രോഗാണു വൈറസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് നിപ്പ രോഗവാഹകർ ആരാണെന്ന് ചോദിച്ചാൽ പറയാണ് വവ്വാലാണ്. കേരളത്തിൽ ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? അത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലെ ചെങ്ങരോത്ത് ഗ്രാമത്തിലാണല്ലേ. കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് പേരാമ്പ്രയിൽ ചെങ്ങരോത്ത് ഗ്രാമത്തിൽ. എവിടെയാണ്? ചെങ്ങരോത്ത് ഗ്രാമത്തിൽ. മന്ത് രോഗവാഹകർ ഏതാണ്? അത് ക്യൂലസ് കൊതുകുകളാണ്. മന്ത് രോഗവാഹകർ ക്യൂലക്സ് പെൺകൊതുകുകളാണ് മന്ത് രോഗവാഹകർ എന്നറിയപ്പെടുന്നത്. രാത്രി രക്തപരിശോധന നടത്തി തിരിച്ചറിയുന്ന പ്രോട്ടോസോവ രോഗമാണ് മന്ത്. PS ചോദിച്ചതാണ്, രാത്രി രക്തപരിശോധന നടത്തി തിരിച്ചറിയുന്ന രോഗം ഏതാണ്? അത് മന്താണല്ലേ. രാത്രി രക്തപരിശോധന നടത്തി തിരിച്ചറിയുന്ന പ്രോട്ടോസോവ രോഗമാണ് ഏതിടാ? മന്ത്. എങ്കിൽ മലേറിയ രോഗത്തിന് കാരണമാകുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്. മലേറിയ രോഗത്തിന് കാരണമാകുന്നത് ഏതാണ്? അത് പ്ലാസ്മോഡിയം വൈവാക്സ്. മലേറിയ രോഗവാഹകർ ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ. അപ്പം മലേറിയ രോഗത്തിന് കാരണമാകുന്നത് പ്ലാസ്മോഡിയം വൈവാക്സും മലേറിയ രോഗവാഹകർ ഏതാണ്? അത് അനോഫിലസ് പെൺകൊതുകുകൾ. ഇനി കാഡ്മിയം വിഷബാധക്ക് കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഇത്തായ് രോഗം. കാഡ്മിയം വിഷബാധ കാരണം ഉണ്ടാകുന്ന രോഗമേതാണ്? അത് ഇത്തായ് രോഗമാണ്. മെർക്കുറി വിഷബാധ കാരണം ഉണ്ടാകുന്ന രോഗമാണ് മീനമാതാ രോഗം. ലെഡ് വിഷബാധ കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഇത്? പ്ലംബിസം അല്ലേ. ലെഡ് വിഷബാധ കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഏതിടാ? പ്ലംബിസം. ക്വാറി മേഖലയിൽ ജോലി ചെയ്യുന്നവരെ ബാധിക്കുന്ന രോഗമാണ് സിലിക്കോസിസ്. എന്താണ്? സിലിക്കോസിസ്. ക്വാറി മേഖലയിൽ ജോലി ചെയ്യുന്നവരെ ബാധിക്കുന്ന രോഗമാണ് സിലിക്കോസിസ്. എങ്കിൽ പയോറിയ, ജിഞ്ചിവൈറ്റിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന അവയവം മോണയാണ്. പയോറിയ, ജിഞ്ചിവൈറ്റിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന അവയവം മോണയാണ്. ഇനി സാർസ്, സിലിക്കോസിസ്, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് കേട്ടോ. ശ്വാസകോശം. ഇതിനെയാണ് സാർസ്, സിലിക്കോസിസ്, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്. കഴിഞ്ഞ PSC പരീക്ഷയിൽ ചോദിച്ചെങ്ങനെയാണ്? ന്യൂമോണിയ മനുഷ്യത്തിൻ്റെ ഏത് അവയവത്തെ ബാധിക്കുന്നു? ശ്വാസകോശം അല്ലേ. എന്താണ്? സാർസ്, സിലിക്കോസിസ്, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്. ഇനി എക്സിമ, മെലനോമ, ഡെർമറ്റൈസിസ്, സോറിയാസിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന അവയവം ത്വക്കാണ്. എക്സിമ, മെലനോമ, ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ത്വക്കിനെയാണ്. അതും കൂടി ഓർത്തു വെക്കുക. എങ്കിൽ പേപ്പട്ടി വിഷം, എൻസെഫലൈറ്റിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ഭാഗങ്ങൾ മസ്തിഷ്കം, അതുപോലെ സുഷുമ്ന എന്നിവയാണ്. പേപ്പട്ടി വിഷം നമ്മുടെ നാഡീവ്യവസ്ഥയാണ് ബാധിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ. അപ്പം പേപ്പട്ടി വിഷം, എൻസെഫലൈറ്റിസ് പേപ്പട്ടി വിഷവും എൻസെഫലൈറ്റിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ഭാഗങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തെയും സുഷുമ്നയെയുമാണ്. ഇനി പോളിയോ, അപസ്മാരം എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. പോളിയോ, അപസ്മാരം എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ഭാഗം ഏതാണ്? നാഡീവ്യവസ്ഥയാണ്. ഓക്കെ അല്ലടാ. ഇനി നമ്മുടെ ഗോയിറ്റർ ബാധിക്കുന്ന ഗ്രന്ഥി ഏതാണ്? അത് തൈറോയിഡ് ഗ്രന്ഥി. ഗോയിറ്റർ ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയെയാണല്ലേ. ഇനി ബിലിറുബിൻ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മഞ്ഞപ്പിത്തം. ബിലിറുബിൻ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മഞ്ഞപ്പിത്തം. ഗോയിറ്റർ ബാധിക്കുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി, ബിലിറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം. ഇനി മാമോഗ്രഫി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്തനാർബുദം. മാമോഗ്രഫി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്തനാർബുദം. ഇനി പാപ്സ്മിയർ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗർഭാശയ ക്യാൻസർ. പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ ആണല്ലേ. യെസ്, ഓക്കെ അല്ലേ. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ്. ഇതും കൂടി നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. യെസ്, എന്താടാ
യെസ്, ഹാൻസസ് രോഗം എന്നറിയപ്പെടുന്നതാണ് കുഷ്ഠമാണ് അല്ലേ. ഹാൻസസ് രോഗം കുഷ്ഠം. വീൽസ് രോഗം കർഷകരുടെ രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നതാണ് എലിപ്പനി. വീൽസ് ഡിസീസ് അതുപോലെ തന്നെ കർഷകരുടെ രോഗം, വീൽസ് ഡിസീസ്, കർഷകരുടെ രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് എലിപ്പനിയാണ്. രോഗങ്ങളുടെ രാജാവ് കോക്സ് രോഗം, വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ്. രോഗങ്ങളുടെ രാജാവ് കോക്സ് രോഗം, കോക്സ് ഡിസീസ് അല്ലെങ്കിൽ വെളുത്ത പ്ലേഗ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ക്ഷയമാണ്. എങ്കിൽ കറുത്ത മരണം പ്ലേഗാണ്. ഇനി വൂഫിംഗ് കഫ് എന്നറിയപ്പെടുന്നത് വില്ലൻ ചുമയാണ്. ചുമ. ചതുപ്പ് രോഗം, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലേറിയ. ചതുപ്പ് രോഗം, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലേറിയ ആണല്ലേ. ഭ്രാന്തി പശു രോഗം അല്ലെങ്കിൽ ജേക്കബ് രോഗം. ജേക്കബ് രോഗം എന്നറിയപ്പെടുന്നത് പ്രിയോൺസ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന ഇതാണ് ഡെങ്കിപ്പനിയാണ് കേട്ടോ. ഭ്രാന്തി പശു രോഗം എന്നറിയപ്പെടുന്ന ഇതാണ് അത് പ്രയോൺസ് അല്ലെങ്കിൽ ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന ഡെങ്കിപ്പനിയാണ്. തൊണ്ടമുള്ളി ഡിഫ്തീരിയാണ്. ഇനി വിഷുജിക, റിവറൈൻ രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് കോളറയാണ് കേട്ടോ. വിഷുജിക, റിവറൈൻ രോഗം എന്നറിയപ്പെടുന്ന കോളറ. എങ്കിൽ ലോക്ക് ജോ ഡിസീസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ കുതിരസന്നി, ലോക്ക് ജോ രോഗം അതുപോലെ തന്നെ കുതിരസന്നി എന്നറിയപ്പെടുന്ന ടെറ്റനസ്. ഇനി സന്നിപാത ജ്വരം, എൻഡറിക് ഫീവർ എന്നീ പേരിൽ അറിയപ്പെടുന്നത് ടൈഫോയിഡ്. സന്നിപാത ജ്വരം, എൻഡറിക് ഫീവർ എന്നറിയപ്പെടുന്നത് ടൈഫോയിഡ്. ഓക്കെ അല്ലേ. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ്, നല്ല കിടുക്കാച്ച ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതിൻ്റെ ബാക്കി നാളെ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.